തിരഞ്ഞെടുപ്പ് ഗോതയിൽ 1987 അംഗം തുടങ്ങിയതാണ് ജി സുധാകരൻ. അന്ന് കോൺഗ്രസിലെ ദിനകരനോട് തോറ്റു. 2006 ഡി സുഗതനെ തോൽപ്പിച്ച് 87 തോൽവിക്ക് കണക്ക് തീർത്തു. അതൊരു പടയോട്ടത്തിന്റെ തുടക്കമായിരുന്നു. 2011 2016 സുധാകരൻ തന്നെ ജയിച്ച് മന്ത്രിയായി. 2021 പക്ഷേ സുധാകരനെ തഴഞ്ഞ് പാർട്ടി എച്ച് സലാമിനെ മത്സരിപ്പിച്ചു. അന്ന് തുടങ്ങിയതാണ് പാർട്ടിയോടുള്ള സുധാകരന്റെ കലഹം. അതൊടുവിൽ പാർട്ടിക്ക് പുറത്തെത്തിച്ചു. ഇതാ ഇപ്പോൾ അതേ എച്ച് സലാമിനെ ജി സുധാകരൻ കോൺഗ്രസ് സ്വതന്ത്രനായി നേരിടുന്നു. 63 കൊല്ലം ആലപ്പുഴയിൽ പാർട്ടിയുടെ അമരത്ത് അരിവാളും ചുറ്റികയുമേന്തി നിലകൊണ്ട ധീര സഖാവിനെ നേരിടാൻ പാർട്ടി സർവ്വസന്നാഹവും ഒരുക്കി അമ്പലപ്പുഴയിൽ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ കേരളം തീ പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അമ്പലപ്പുഴയിൽ BJP-ക്കാർ പോലും തനിക്ക് വോട്ട് ചെയ്യുമെന്ന് സുധാകരൻ പറയുമ്പോൾ അതങ്ങനെ തള്ളിക്കളയാനാകില്ല. പേരെടുത്ത് വിളിക്കാവുന്ന അടുപ്പമുണ്ട് അമ്പലപ്പുഴയിൽ സുധാകരന് ആരോടും. BJP സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ ആണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ 37,547 വോട്ട് നിലനിർത്താൻ അരുൺ ശ്രമിക്കും. CPM വോട്ടിൽ സുധാകരൻ വിള്ളൽ വീഴ്ത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ആഗ്രഹിക്കാത്ത റിസൾട്ടാകും അമ്പലപ്പുഴയിൽ ഉണ്ടാവുക.